CPM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കസ് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ റെജി ലൂക്കസ്, സർക്കാർ പറയുന്നത്, ദേവസ്വം ബോർഡ് പറയുന്നത് ഒന്നും അറിഞ്ഞതേയില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്ന് ഒരു അവതാരം ശബരിമലയിൽ ഉണ്ടാവുന്നു. കീഴ്ശാന്തിയുടെ പരികർമ്മിയായി അവിടെ എത്തിയ ഒരാളാണ്. അയാൾ സ്പോൺസറായി മാറുന്നു. അങ്ങനെ ഒരാൾക്ക് ഈ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു, പോയി നന്നാക്കി കൊണ്ടുവന്നോളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചു നിൽക്കുന്നത് ദേവസ്വം ബോർഡ് നൽകിയ ഒരു ഉത്തരവിലാണ്. അത് ചെമ്പ് പാളിയായിരുന്നു. അങ്ങനെയെങ്കിൽ വിജയ് മല്യ സ്പോൺസർ ചെയ്ത തനി തങ്കത്തിൽ പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളി എവിടെ? ഈ ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം പറയേണ്ടതാണോ? ദേവസ്വം ബോർഡ് കൊടുത്ത ഉത്തരവിൽ ആ തങ്കം പൊതിഞ്ഞ പാളി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ചെമ്പ് പാളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീജ, ശബരിമലയിൽ ഏതെല്ലാം രീതിയിൽ ഏത് ന്യായം വെച്ചാണെന്നെങ്കിലും ശബരിമലയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം കുറ്റകരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിന്റെ, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സമൂഹമല്ല. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിൽ പോലും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്ക് സ്വാമി അയ്യപ്പൻ ശബരിമല എന്നൊരൊറ്റ വികാരത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന കോടിക്കണക്കിനായിട്ടുള്ള ഭക്തരെ വഞ്ചിച്ചുവെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഏർപ്പാട് തന്നെയാണ്, അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ 1998 വിജയ് മല്യ അവിടെ സ്വർണം ക്ലാഡ് ചെയ്ത ചെമ്പുപാളികൾ അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാനായിട്ട് കൊടുക്കുകയും മേൽക്കൂര വെള്ളം പൂശുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെന്നുള്ളവരെ നമുക്ക് അന്ന് അക്കാലത്തെ വാർത്താ മാധ്യമങ്ങളോട് തെളിയുന്നുണ്ട്. പക്ഷെ അതിന്റെ രേഖകളൊന്നും ദേവസ്വം ബോർഡിൽ ഇല്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അതിനുശേഷം ഏതാണ്ട് 26-27 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് നിരവധി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും അവിടെ അധികാരത്തിലേറിയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ എവിടെയാണ് ഇത് നഷ്ടപ്പെട്ടെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, വളരെ തുറന്നു പറയാം, ഞാൻ ശബരിമല സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്വർണം ക്ലാഡ് ചെയ്ത ചെമ്പുപാളികൾ അവിടെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിജയ് മല്യ അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വളരെ മുൻനിരയിലുള്ള ഒരു സമ്പന്നനാണ്. അയാൾ അന്ന് സാമ്പത്തിക പ്രശ്നങ്ങളോ അയാളത് UG ആവുകയൊന്നും ചെയ്തിട്ടില്ല. അന്ന് 8 ക്ഷേത്രങ്ങളിൽ അയാള് സ്വർണ്ണപ്പാളികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 8 ക്ഷേത്രങ്ങളിൽ. അതിൽ 7 ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ആ സ്വർണ്ണപ്പാളിയോടെ നിലനിൽക്കുമ്പോൾ ശബരിമലയിൽ മാത്രം ചെമ്പുപാളികൾ നൽകി കബളിപ്പിക്കേണ്ട ഒരു ആവശ്യം അന്ന് ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകളുണ്ടല്ലോ. ഹൈക്കോടതി ആ വിഷയത്തിൽ ആ സമയത്ത് തന്നെ മേൽക്കൂര പൊതിയുന്നതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയപ്പോ അന്നത്തെ കണക്കുകൾ ഹൈക്കോടതിയുടെ പക്കലുണ്ട്. 31.25 കിലോ അല്ലെങ്കിൽ 30 കിലോയ്ക്ക് അടുത്ത് സ്വർണം, 1.75 കോടി രൂപ ചെലവ്. ഇത് സർട്ടിഫൈ ചെയ്ത സെന്തിൽനാഥൻ എന്ന് പറയുന്ന ഈ കാര്യത്തിൽ വിദഗ്ധനായി, ക്ലാഡിങ്ങിൽ വിദഗ്ധനായ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, ഞാൻ അന്ന് പരിശോധിച്ചതാണ്, ഇത് തങ്കമാണ് എന്ന് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയതാണ്. പിന്നെ അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഇത് സ്വർണം പൂശിയതാണ്, 1 ഗ്രാം ഗോൾഡാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങ് CPM-നെ ന്യായീകരിക്കാറൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ അങ്ങനെ കൈ കഴുകി മാറാൻ പറ്റുമോ? ശ്രീ റെജി ലൂക്കസ്, ഒരുപാട് ഭക്തരുള്ളതാണ്. അയ്യപ്പനെ ജീവനേക്കാൾ വലുതായി കരുതുന്ന ഒരുപാട് വിശ്വാസികളുള്ള ഒരു നാടാണ്. അയ്യപ്പന്റെ മുതലാണ്. അങ്ങനെ കൈ കഴുകി മാറാൻ പറ്റുമോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശബരിമല എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിനെ ഇകഴ്ത്തി പറയുന്ന ഒരു വാക്ക് എന്റെ വായിന്ന് പറയത്തില്ല. വിശ്വാസവും അവിശ്വാസവും എന്നുള്ളതല്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു മതേതര ആസ്ഥാനമാണ് അവിടെ. അപ്പൊ അതിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ഞാൻ എന്നുള്ളവർ ഞാൻ ആദ്യം ശ്രീജോട് തുറന്നു പറയും. ഞാൻ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഈ 1998-നും 2019 ഇടയ്ക്കാണോ ഈ സ്വർണം നഷ്ടപ്പെട്ടതെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ 2019 ചെമ്പുപാളിയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഇന്നത്തെ ദിവസം ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതല്ലല്ലോ. അവിടെ 2019 അങ്ങനെ ചെമ്പുപാളി ആയിട്ടുണ്ടെങ്കിൽ അത് എവിടെ പോയെന്ന് 2019 ഒരു അന്വേഷണം നടന്നിട്ടില്ല. 2019 കഴിഞ്ഞ് 2025 അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഈ സാധനം 10-39 ദിവസം ഇവിടെ കാണാതെ വന്നപ്പോഴൊക്കെ ഇതേക്കുറിച്ച് ഉണ്ടായ ഒരു ചർച്ചയിൽ നിന്നാണ് ഇപ്പോൾ ഇതൊക്കെ വന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥൻ സത്യസന്ധനായതുകൊണ്ട്, ഈ നെക്സസിലൊന്നും പെടാത്ത ഒരാളായതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ ഇങ്ങ് പൊങ്ങി വന്നു. ഇതിനു മുമ്പും ഇതുപോലെ സമാന സംഭവങ്ങളൊക്കെ നടന്നപ്പോ ആരും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു. ഇത്രയല്ലേ ഉള്ളൂ. വളരെ ക്ലിയർ അല്ലേ? അല്ല, ഇന്നിപ്പോ പുറത്ത് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കാരണം 2019 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഒരു ഉത്തരവിറക്കി ഈ ചെമ്പുപാളികളാണെന്ന് പറഞ്ഞു. അതിലേക്ക് തന്നെ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം ആവർത്തിക്കുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ചെമ്പുപാളിയിൽ സ്വർണം പൂശി എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ 2 നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ട്.
സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് മെമ്പർമാരെ 1% പോലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ ഇടപെടലുകളെല്ലാം വളരെ സുതാര്യമാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഈ പത്മകുമാർ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അന്വേഷണം അടിയന്തരമായിട്ടും അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം നമ്മൾ ഏതെല്ലാം രീതിയിൽ ജസ്റ്റിഫൈ ചെയ്താലും ശബരിമല ശ്രീകോവിലിനുള്ളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. തന്നെയല്ല ഞാൻ ഇന്നലെ മുഴുവൻ ചെക്ക് ചെയ്തു. ശബരിമല മാമൂലുകളിൽ പറയുന്നത് ശബരിമലയ്ക്കുള്ളിൽ നിന്നുള്ള ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള എന്തൊരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അത് അവിടെ വെച്ച് ക്രമീകരിക്കാൻ പറ്റത്തില്ല, പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ മാമൂലുകളെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് ആ മാമൂലുകളുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രം തിരുപ്പതിയാണ്, ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം തിരുപ്പതിയാണ്. തിരുപ്പതിയിൽ സമാനമായൊരു വിഷയം വന്നപ്പോൾ തിരുപ്പതിയിലെ മുഴുവൻ അത്രയും വലിയ ആ ക്ഷേത്രം മുഴുവൻ ഇതുപോലെ സ്വർണം പൊതിഞ്ഞത് അവിടെ ആ സന്നിധിയിൽ വെച്ചാണ് അത് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാങ്കേതിക വിദ്യ നാട്ടിലുണ്ട്. 2019 മുൻപും ഈ സാങ്കേതിക വിദ്യ ഉണ്ട് അവിടെ വെച്ച് പൊതിയാൻ. അതുകൊണ്ടാണല്ലോ 98 ആ സ്വർണം പൊതിയുന്ന ചടങ്ങൊക്കെ അവിടെ വെച്ച് തന്നെ നടന്നതാണത്. അതല്ലാതെ അന്ന് ഇതുപോലെ പുറത്തു കൊണ്ടുപോയിട്ടല്ല. അപ്പൊ ഈ പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കുന്നത് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് തട്ടിപ്പ്. അല്ല, തീർച്ചയായിട്ടും പുറത്തു കൊടുത്തു വിട്ടതോ അത് തന്നെയല്ല ഒരു ഷേഡി ക്യാരക്ടറായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഒരു പരികർമ്മിയായിട്ട് എത്തിച്ചേരുകയും അയാളൊരു ബ്രോക്കറെ പോലെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെ വളരെ ദുരൂഹമാണ്. ഒരു സംശയമില്ല. ശ്രീജി ആ പറഞ്ഞ ന്യായമാണ്. നമ്മളിപ്പോ ഇത് അല്ലാന്ന് പറഞ്ഞാലും ലോകം മുഴുവനുള്ള മലയാളി സമൂഹത്തിന് ഇതെന്തായാലും ബോധ്യമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ന്യായീകരിക്കുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അവിടെ 2019 അന്നത്തെ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ആവശ്യമില്ല. പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ വ്യത്യാസമുണ്ട്. അത് അയാളെ കുറ്റവാളിയായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് നിഷ്കളങ്കം കൊണ്ടെന്ന് പറഞ്ഞായിരിക്കും. പക്ഷെ അന്വേഷണത്തിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്ന ആ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ ഒരു വ്യത്യാസവുമില്ല. കാരണം ഇടതുപക്ഷത്തുള്ളവരും വലതുപക്ഷത്തുള്ളവരും എല്ലാം ശബരിമല ഇഷ്ടപ്പെടുന്നവരാ. കാരണം ശബരിമല ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല നമുക്ക് പകർന്നു തരുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദ മതേതര ഒരു മൂല്യങ്ങളുണ്ട്. അതിനെ അംഗീകരിക്കാത്ത ഒരു ഒറ്റ മനുഷ്യൻ പോലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശബരിമല ഒരിക്കലെങ്കിലും പോയി യാത്ര ചെയ്ത് അവിടെ കണ്ട് ആ ശബരിമല എന്താണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് അവൻ വിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന ആളുകളുടെ ആ ഒരൊറ്റ ലക്ഷ്യം, അതിന് തൊട്ടു മുമ്പിലിരിക്കുന്ന വാവൂർസ്വാമി, ഇതൊക്കെ നേരി കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കേരളത്തിന്റെ ഐക്കണായിട്ട് കേരളത്തിനെ ഒന്നിച്ചു നിർത്തുന്ന ഒരു സങ്കല്പത്തിനെ ആ ശ്രീകോവിലിനകത്ത് ഒരു തരി സ്വർണ്ണം ആരും കൊണ്ടുപോയാലും അവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. എനിക്കിതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, വളരെ എന്താ പറയുക, സന്തോഷകരമായ ഒരു നിലപാടാണ് അങ്ങ്. വേണമെങ്കിൽ സാധാരണഗതിയിൽ അങ്ങ് സർക്കാരിന് വേണ്ടിയൊക്കെ എപ്പോഴും ന്യായങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ കാര്യത്തിൽ നടക്കേണ്ടത് എവിടെയാണോ തെറ്റുണ്ടായിട്ടുള്ളത് അത് കണ്ടെത്തുക തന്നെയാണ്. ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടിയുണ്ട്. ശ്രീ അനിൽ വിളയിൽ, ഇന്നലെ നിങ്ങൾ പമ്പ പോലീസിലൊരു പരാതി നൽകിയിട്ടുണ്ട്. പ്രതിഷേധം മറ്റൊരു വഴിയിൽ നടക്കുന്നുണ്ട്.